എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോൽ ആരുമില്ലേ. എൻ ജീവിതം മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ദീനം മാറും, നീ മറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്നെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി. എനിക്ക് പുകഴാൻ ആരുമീ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ പിഴവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്നെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്നെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി.
സ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുമൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ പൂജ്യമേ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ നിന്നെ ഉൾക്കൊണ്ടൊരൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ നിന്നെ അറിയാത്തോരൻ ഹൃദയത്തിൽ നിന്നെ അറിയാത്തോരൻ ഹൃദയത്തിൽ ദേവാനീ തെളിക്കണമേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുമൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ പൂജ്യമേ ഓരമോഹമരമാചരങ്ങൾ തൻ ഓരമമന്ധത നീക്കിയൻ മനസ്സിൽ ഓരമോഹമരമാചരങ്ങൾ തൻ ഓരമമന്ധത നീക്കിയൻ മനസ്സിൽ ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം ദേവാനീ തെളിക്കണമേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുമൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ പൂജ്യമേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുമൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ പൂജ്യമേ ചങ്ങിനകത്തൊരു നോവുണ്ടേ ആരാരും കാണാ നോവുണ്ടേ ചങ്കിനകത്തൊരു നോവുണ്ടേ
സങ്കടം കേൾക്കാൻ നീ വരൂ ഈശോയേ. ചങ്കിനകത്തൊരു നോവുണ്ടേ, ആരാരും കാണാ നോവുണ്ടേ. സങ്കടം കേൾക്കാൻ നീ വരൂ ഈശോയേ. എൻ്റെ സങ്കടം കേൾക്കാൻ നീ വരൂ ഈശോയേ. കൂടി നടന്നവരും കൂട്ടിനിരുന്നവരും ആവോളം തന്നു ദുഃഖം. എൻ്റെ നെഞ്ചിലെ ചങ്കിനുള്ളിൽ കൂടി നടന്നവരും കൂട്ടിനിരുന്നവരും ആവോളം തന്നു ദുഃഖം. എൻ്റെ നെഞ്ചിലെ ചങ്കിനുള്ളിൽ ചുറ്റും തിരിഞ്ഞു നോക്കി സങ്കടം ചീടുവാൻ ആരാരും വന്നതില്ല. സങ്കടം കേട്ടിടുവാൻ ചങ്കിനകത്തൊരു നോവുണ്ടേ, ആരാരും കാണാ നോവുണ്ടേ. സങ്കടം കേൾക്കാൻ നീ വരൂ ഈശോയേ. എൻ്റെ സങ്കടം കേൾക്കാൻ നീ വരൂ
യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. എനിക്കായി 99
ഒന്നാം സങ്കീർത്തനമായി. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരവെള്ളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു. തന്റെ ചിറകടിയിൽ അനക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിടുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു. തന്റെ ചിറകടിയിൽ
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അപ്പോൾ നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് പകലിൻ്റെ മണിക്കൂറുകളിലൊക്കെയും അവിടുന്ന് ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത അത്ഭുത സ്നേഹത്തിനായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പോൾ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേലിരിക്കുന്നു. കർത്താവെ, അപ്പോൾ അവിടുന്ന് ഞങ്ങളെ കണ്ണിലെ കൺമണി പോലെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച് കർത്താവെ ഇന്ന് ഈ കർത്തൃ ദിവസം നാഥാ നിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ 2-3 പേർ നിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ, സ്വർഗത്തിലെ അപ്പ, അവിടുന്ന് സ്വർഗം ചായച്ച് ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. കർത്താവെ, അപ്പോൾ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും പേരായി നിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ നിൻ്റെ നിറഞ്ഞ സാന്നിധ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിച്ചു കൊടുത്ത പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഭൂമിയിലേക്ക് തന്നു. കർത്താവെ, അപ്പോൾ അവിടുത്തെ ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. കർത്താവെ, അപ്പോൾ അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് കർത്താവെ സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിന്റെ വാഗ്ദത്തിൻ പ്രകാരം കർത്താവെ വാഗ്ദത്തിൻ പ്രകാരം ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കട്ടെ അപ്പ, സ്തുതിക്കട്ടെ അപ്പ. ഹല്ലേലൂയ അപ്പ. കർത്താവെ, നിസ്സാരരായി ഞങ്ങളെ സന്ദർശിപ്പാൻ എന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾ തിരുമുമ്പാകെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇറക്കി വെക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും വന്ന സകല പാപങ്ങളും കർത്താവെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ ഈ ആരംഭ സമയം തന്നെ അപ്പോൾ നിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിൻ്റെ തിരുവചനം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി എന്ന് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജീവിപ്പിക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, കഴുകുന്ന വചനം, വീണ്ടും ജനിപ്പിക്കുന്ന വചനം കർത്താവെ അപ്പോൾ എന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമാവുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആത്മാക്കളോട് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ദൂതന്മാരെ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ ഞങ്ങൾക്ക് ഈ ആരംഭത്തിൽ തന്നെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് കർത്താവെ 5 അപ്പവും 2 മീനുമാം ബാലകൻ അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് തന്നതുപോലെ ഞങ്ങളുടെ ജീവിതവും ആയിരിക്കുന്ന പ്രകാരം നാഥൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ ആയിരിക്കുന്ന പ്രകാരം സമർപ്പിക്കുകയാണ്. അപ്പാ ഹല്ലേലൂയ. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച കർത്താവെ അപ്പാ വിഭാഗിച്ച് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആലോചിക്കുന്ന ഓരോ തിരുവചനവും കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരെ കുറിച്ചുള്ള ആലോചനകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനപ്പാ നന്ദി അപ്പാ ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് സൂപ്പർ നാച്ചുറലായിട്ട് ചില അത്ഭുതങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം ആവശ്യങ്ങളുമായിട്ടാണോ അവിടെ കടന്നു വന്നിരിക്കുന്നത് കർത്താവെ, അപ്പോൾ അതിന്മേലെല്ലാം കർത്താവെ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില അത്ഭുതങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ സംഭവിക്കട്ടെ അപ്പ ഹല്ലേലൂയ. ചില രോഗങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ, ചില രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പ ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലായിട്ട് അവിടെ നിങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആ കടഭാരങ്ങളാൽ വലയുന്നുണ്ടല്ലോ കർത്താവെ, അപ്പോൾ ആ കടഭാരങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പ ഹല്ലേലൂയ. കർത്താവെ, സൂപ്പർ നാച്ചുറലായിട്ട് ചില വഴികൾ തുറന്നു വരട്ടെ അപ്പ ഹല്ലേലൂയ. കർത്താവെ, ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ ഉണ്ടാവട്ടെ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, രോഗികളായിട്ട് കഴിയുന്നവരുണ്ടപ്പ ഹല്ലേലൂയ, അവർക്ക് സൗഖ്യങ്ങൾ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് നന്ദി അപ്പ, സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് കർത്താവെ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനത്തിൽ കൂടി അവിടെ നിങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണമേ. ആമേൻ. വേദവാക്യമേ എന്നെ നവ്യമാക്കണേ, വേദവാക്യമേ എന്നെ നവ്യമാക്കണേ. വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ, വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ. തരുന്ന ദൂതുകൾ ആർക്കും
ധൈര്യമോതിടാം. തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോതിടാം. വരുന്നതെന്തും വരട്ടെന്നല്ല എനിക്കു പാടില്ല. വരുന്നതെന്തും വരട്ടെന്നല്ല എനിക്കു പാടില്ല. കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി. കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി. ധരയിൽ അവനു ചീയർ വിളിപ്പാനുള്ളം കൊതിക്കുന്നേ. ധരയിൽ അവനു ചീയർ വിളിപ്പാനുള്ളം കൊതിക്കുന്നേ. മഹത്വമുള്ളവൻ പണ്ടു കഴുതമേൽ തന്റെ. മഹത്വമുള്ളവൻ പണ്ടു കഴുതമേൽ തന്റെ. സിഹിയോൻ നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും. സിഹിയോൻ നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവദൂതന്മാരെ കുറിച്ചാവുന്നു. നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനമെന്ന് കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടു. ദൈവ തേജസ്സിന്റെ പ്രതിഫലനമാണ് ദൈവദൂതന്മാർ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് ദൂതന്മാരും മനുഷ്യജീവികളും എന്നതിനെ കുറിച്ചാവുന്നു. ദൂതന്മാരും മനുഷ്യജീവികളും നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 10-11 വാക്യങ്ങൾ. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതിക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃത്തം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, 2 ദൂതന്മാർ സോദോം നഗരത്തിന്റെ വീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ. കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃത്തം എല്ലാവരും വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോയെന്ന് അവനോട് പറഞ്ഞു. ലോത്ത് വാതിക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു കതക് അടച്ചു വെച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവിൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ. ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൻ്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു. മാറി നിൽക്കാം എന്ന് അവർ പറഞ്ഞു. ഇവർ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യുമെന്നും അവർ പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതിക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃത്തം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരും ഉണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും.
അതിനെ നശിപ്പിക്കാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ലോത്ത് ചെന്നു തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവർ കളി പറയുന്നുവെന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവർ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ചു പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങ് നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. അവനോട്, ഈ കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല, ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന് പേരായി. ലോത്ത് സോവാറിൽ കിടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സോദോമിൻ്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവൻ, ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു, താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു സോദോമിനും ഗോമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് വായിച്ചു കേട്ടത്? 2 ദൈവദൂതന്മാർ ആ സോദോം ഗോമോറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അബ്രഹാമിന്റെ സ്വന്തക്കാരനായ ലോത്തിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സോദോമും ഗോമോറയും കത്തിച്ചാമ്പലാവാൻ സ്വർഗത്തിൽ ദൈവം പദ്ധതിയിട്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ മക്കളെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി, ലോത്തിനെ കുടുംബമായിട്ട് രക്ഷിക്കുന്നതിന് വേണ്ടി 2 ദൂതന്മാർ ആ ദേശത്തേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം, ആ ദൂതന്മാർ അവരുടെ ഭവനത്തിൽ ചെന്നു അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ദൂതന്മാരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ആ പുരുഷന്മാർ കടന്നു വന്നു ആ നാട്ടിലെ. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതിക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആ ബാലവൃദ്ധം മന്ദത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. അതെ, ദൂതന്മാർ അവിടെയുള്ള പുരുഷന്മാർക്ക് അന്ധത വരുത്തിയെന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവർ വിഷമിക്കുകയാണ്. ആ ദേശത്ത് നിന്ന് ലോത്തിനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഓടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സോദോം ഗോമോറയുടെ മേൽ അഗ്നി വർഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരോടുള്ള ദൈവദൂതന്മാരുടെ സ്നേഹം നമുക്കിവിടെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ലോത്തിനെ കുടുംബത്തെ സ്നേഹിച്ചു. എന്താണ് കാരണം? അബ്രഹാമിന്റെ കെയർ ഓഫിലാണ് പ്രിയപ്പെട്ടവരെ ലോത്തിനെ സ്നേഹിച്ചത്. But the men inside reached out and pulled Lot back into the house and shut the door. Then they struck the men who were at the door of the house, young and old, with blindness, so that they could not find the door. അതെ, ദൂതന്മാരാണ് ലോത്തിന്റെ ജീവനെ രക്ഷിച്ചത്. ആളുകളും നഗരങ്ങളും രാജ്യങ്ങളും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ദൂതന്മാർ പ്രവർത്തന സജ്ജരാകുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെയും, അതേ, ആളുകളും നഗരങ്ങളും രാജ്യങ്ങളെല്ലാം ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ദൂതന്മാർ പ്രവർത്തന സജ്ജരാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പ്രിയപ്പെട്ടവരെയും, ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൂതന്മാർ പ്രവർത്തന സജ്ജരാകുമെന്ന്
നിങ്ങളെ ഞാൻ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൂതന്മാർ പ്രവർത്തന സജ്ജരായി നമ്മോടൊപ്പം കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നാം പലപ്പോഴും തിരിച്ചറിയാറില്ല. ചില പ്രതിസന്ധികളെ കണ്ട് നാം മരവിച്ച് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് പ്രതിസന്ധികൾക്ക് അപ്പുറയുള്ള ദൂതന്മാരെ ദൈവം അയക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി. വീണ്ടും നമുക്ക് കാണാം 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഇത് നിമിത്തം എഗസ്കിയ രാജാവ് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഒരിക്കൽ കൂടി വായിക്കാം. ഇത് നിമിത്തം എഗസ്കിയ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അതെ, പ്രവാചകനും രാജാവും സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞുവെന്ന്. യെരുശലേം പട്ടണത്തിന് സമീപത്തായി സെൻകെരീബും അവന്റെ ശക്തിയേറിയ സൈന്യവും പാളയമടിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. യെരുശലേം പട്ടണത്തിന്റെ സമീപത്തായി സെൻകെരീബ് എന്ന രാജാവ് അവന്റെ ശക്തിയേറിയ സൈന്യവുമായിട്ട് പാളയമടിച്ചിരിക്കുകയാണ്. അപ്പോൾ യഹോവയായ ദൈവത്തെയും രാജാവിനെയും കളിയാക്കിയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ദൈവം അവിടെ ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല, നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ എഗസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്, ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്, നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിൻ്റെയോ ദേവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടിവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ച് വെല്ലുവിളിക്കുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നത്. ആ വെല്ലുവിളി കേട്ടപ്പോൾ ഇത് നിമിത്തം എഗസ്കിയ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചാൽ ആ നിലവിളി സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. പ്രിയപ്പെട്ടവരെ, അതാണ് ദൂതന്മാർക്ക് മനുഷ്യരോടുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇത് നിമിത്തം എഗസ്കിയ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവർ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. അതേ, സെൻകെരീബിനെ ദൈവമക്കൾക്കെതിരായിട്ട് വെല്ലുവിളികൾ നടത്തിയവനെ നശിപ്പിക്കുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നത്. നിലവിളി കേൾക്കുന്നവനായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. നിലവിളി കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ യഹോവ എഗസ്കിയാവെയും യെരുശലേം നിവാസികളെയും അശ്ശൂർ രാജാവായ സെൻകെരീബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് ചുറ്റും വിശ്രമം നൽകിയെന്നാണ് പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നത്. അത് നിന്റെ ജീവിതത്തിൽ നീ ഒരു വിശ്രമമില്ലാതെ ഇരിക്കുകയാണോ പ്രിയപ്പെട്ടവരെ? എന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു വിശ്രമം തരാമെന്ന് ദൈവം പറയുന്നു. വിശ്രമമില്ലാതെ അലയുന്ന നിനക്ക് വിശ്രമം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതിനായി സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. King Hezekiah and the prophet Isaiah, son of Amos, cried out in prayer to heaven about this, and the Lord sent an angel who annihilated all the fighting men and the leaders and the officers in the camp of the Assyrian king. So he withdrew to his own land in disgrace, and when he went into the temple of his God.
some of his sons cut him down with the sword. അതേ പ്രിയപ്പെട്ടവരെയും, സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളുടെ കരച്ചിൽ കേട്ട് തൻ്റെ ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓ ദൈവദൂതന്മാർ തൻ്റെ മക്കളുടെ കരച്ചിൽ കേട്ട് സ്വർഗം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അടുത്തായി നമുക്ക് കാണുവാം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്നു പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ആരാൻ രാജാവ് എലീശയുടെ അരികിലേക്ക് തന്റെ സൈന്യത്തെ അയക്കുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. അനന്തരം ആരാൻ രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരോട് ആലോചന പറഞ്ഞു. ആരാൻ രാജാവ് പറയുകയാണ് ഇന്ന സ്ഥലങ്ങളിൽ തൻ്റെ പടയാളികളെ അയക്കണമെന്ന്. പക്ഷെ ദൈവപുരുഷനായ ഈ എലീശ പറയുകയാണ്, ഇസ്രായേൽ രാജാവിനോട് പറയുകയാണ്, ഇത് ആ ശത്രുക്കൾ ആ വഴിയാണ് കയറി വരുന്നതെന്ന്. അങ്ങനെ ഏത് വഴിയാണോ ശത്രു ആ ഇസ്രായേലിലേക്ക് കയറി വരുന്നത് ആ വഴി പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് രാജാവിന്. പ്രിയപ്പെട്ടവരെയും, രാജാവിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുവഴി ശത്രുക്കൾ കയറി വരുന്നുവെന്ന്. അപ്പോൾ ഇസ്രായേൽ തന്റെ സൈന്യത്തെ ആ വഴികളിലേക്ക് ആക്കുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തു കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കാം, ആരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് കേടുവായി ആരാൻ രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അത് രാജാവിൻ്റെ മനസ്സ് കലങ്ങി. താൻ പ്ലാൻ ചെയ്യുന്ന പദ്ധതിയെല്ലാം ഇസ്രായേലിലെ രാജാവിൻ്റെ ഈ പ്രവാചകൻ അറിയുകയാണ്. അപ്പോൾ പറയുകയാണ്, എൻ്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സൈന്യം ഇസ്രായേലിന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് രാജാവ് തൻ്റെ സൈന്യത്തോട് ചോദിച്ചു. ഒരു ഒറ്റുകാരായിട്ട് നിങ്ങളുണ്ടോ? ആരെങ്കിലും കൂടെ ഉണ്ടായിട്ടാണോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ഒരു ഭൃത്യൻ പറയുകയാണ്, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ചവനെ പിടിപ്പിക്കുമെന്ന് അവർ കൽപ്പിച്ചു. അവർ ദോദാനിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അതേ പ്രവാചകന് മനസ്സിലാക്കി കൊടുക്കുന്നവനായ ദൈവം, പ്രിയപ്പെട്ടവരെ, അവിടെ ശത്രുവായ രാജാവിൻ്റെ മണിയറയിൽ, അവൻ്റെ കിടപ്പറയിൽ അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇസ്രായേൽ നാട്ടിൽ ആ രാജാവിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, അതേ നിങ്ങൾ മനസ്സിലാക്കി തരുന്ന പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, അവൻ പറയുകയാണ്, ആ പ്രവാചകനെ നശിപ്പിക്കാനായിട്ട് ആരാൻ രാജാവ് സൈന്യത്തെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന പട്ടണം വളഞ്ഞു. അതേ പ്രവാചകൻ ഇരിക്കുന്ന പട്ടണം വളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, എന്നാൽ ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാർ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. എന്നാൽ പ്രവാചകൻ കണ്ടു ദൈവം തനിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ എന്തെന്ന്. പക്ഷെ തൻ്റെ ബാല്യക്കാരനെ കാണുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ബാല്യക്കാരന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു.
യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നവൻ കണ്ടു. അതെ പ്രിയപ്പെട്ടവരെ, നിസ്സാരനായ ഒരു എലീശയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അഗ്നിമയമായ കുതിരകളും രഥങ്ങളും അയച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, അഗ്നിമയമായ രഥങ്ങളും കുതിരകളും ദൈവദൂതന്മാർ കടന്നു വന്ന് ചുറ്റും നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷപ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എൻ്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവൻ അവരെ ശമരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമരിയിലെത്തിയപ്പോൾ എലീശ, യഹോവയെ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അതേ സൈന്യത്തിന്റെ കണ്ണ് സ്വർഗത്തിലെ ദൈവം തുറന്നപ്പോൾ അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമര്യരുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എൻ്റെ പിതാവേ, ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിനവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. ആരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾക്ക് അപ്പം കൊടുക്കുന്ന ഒരു പ്രവാചകനെയാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. അപ്പവും വെള്ളവും കൊടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ്. പിന്നെ അവരുടെ ശല്യം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ ഉപദ്രവിക്കാൻ വന്നവരെ ദൈവദൂതന്മാർ അന്ധത പിടിപ്പിച്ച് ശത്രു വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. പക്ഷെ അവിടുത്തെ രാജാവ് ചോദിക്കുകയാണ്, ഇവർ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, വേണ്ട, വെട്ടിക്കളയണ്ട, അവർക്ക് അപ്പവും വെള്ളവും കൊടുത്ത് വയറു നിറയെ ഭക്ഷണം കൊടുത്ത് അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രിയപ്പെട്ടവരെ ഒരു പ്രവാചകന് വേണ്ടി, സാധാരണക്കാരനായ എട്ടും പൊട്ടും തിരിയാത്ത എലീശയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ദൂതന്മാർ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് സൈന്യം വന്നില്ല. ആരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ എപ്പോഴും തൻ്റെ പ്രവാചകന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, then he sent horses and chariots and a strong force there. They went by night and surrounded the city. When the servant of the man of God got up and went over early the next morning, an army with horses and chariots had surrounded the city. Oh my Lord, what shall we do? The servant asked. Don't be afraid. The prophet answered, those who are with us are more than those who are with them. And Elisha prayed, O Lord, open his eyes so that he may see. Then the Lord opened the servant's eyes, and he looked and saw the hills full of horses and chariots of fire all round Elisha. പ്രിയപ്പെട്ടവരെ, എലീശയുടെ അത്ഭുതകരമായ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കൊരു സാക്ഷ്യം കൂടി കേൾക്കാം. അത് മോശയുടെ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, മോശയുടെ ഒരു സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും. മോശയും ഏദോം രാജാവിൻ്റെ അതിരിൽ ദൂതന്മാരെ അയച്ച് ഇപ്രകാരം പറയിച്ചു. സംഖ്യാപുസ്തകം 20 അധ്യായം 16 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. സംഖ്യാപുസ്തകം 20 അധ്യായം 16 വാക്യം. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ചു, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരെങ്കിലുള്ള പട്ടണമായ കാദേശിലെത്തിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതെ, നിലവിളി കേൾക്കുന്നവനായ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം നിലവിളിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ചാൽ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ചു, ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തക ചരിത്രം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെയാണ് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ ആവശ്യങ്ങൾക്കും ദൂതനെ അയക്കുന്നവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ദൂതന്മാരിൽ ആശ്രയിക്കുന്നുണ്ടോ? ദൂതന്മാരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പെടുവിച്ചു, ദൂതൻ അയച്ചു, ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരെങ്കിലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ,
നമുക്ക് വായിച്ച് കേൾക്കാം. സംഖ്യാപുസ്തകം 20 അധ്യായം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും പ്രിയപ്പെട്ടവരെ. അനന്തരം മോശെ കാദേശിൽ നിന്ന് ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, അതെ, അവർ കടന്നു പോവുകയാണ്. മിസ്രൈമിൽ നിന്ന് കടന്ന് കാനാനിലേക്ക് പോകുന്ന യാത്രയിലാണ്. ഈ ഏദോം രാജാവിൻ്റെ അടുക്കൽ എത്തുകയാണ് പ്രിയപ്പെട്ടവരെ. മോശെ ഏദോം രാജാവിൻ്റെ രാജ്യത്തിനരികിലെത്തി. അപ്പോൾ പറയുകയാണ്, ഞങ്ങളെ ഈ നാട്ടിൽ കൂടി ഒന്ന് കടന്നു പോകാൻ അനുവദിക്കണമെന്ന് പറയുകയാണ്. ദൂതന്മാരെ അയച്ചു മോശെ. പക്ഷെ രാജാവ് പറയുകയാണ്, നീ കടന്നു കഴിഞ്ഞാൽ നിന്നെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് മോശയോട് പറയുകയാണ്. നമുക്ക് വായിച്ച് കേൾക്കാം. അനന്തരം മോശെ കാദേശിൽ നിന്ന് ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെ നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രൈമ്യർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു എന്ന്. അതെ, അവിടെ പീഡനത്തിൻ്റെ കാലമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ചു, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന്. ഞങ്ങൾ നിന്റെ അതിരെങ്കിലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു. അത് നിന്റെ അതിരെങ്കിലായ കാദേശിൽ ഞങ്ങളിപ്പോൾ വിശ്രമിക്കുകയാണ്. 100,000 ആളുകൾ മോശയുടെ കീഴിലുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെല്ലാം വിശ്രമിക്കുകയാണ്. അന്ന് യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ല, അവർ കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏദോം രാജാവിൻ്റെ അരികിലെത്തി. രാജാവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്റെ ദേശത്തു കൂടി ഒന്ന് കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ നിന്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. നിന്റെ അതിൽ കഴിയും വരെ ഇടത്തോട്ടോ വടത്തോട്ടോ തിരികെയുമില്ല. ഏദോം അവനോട് പറയുകയാണ്, നീ എൻ്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടുമെന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ മക്കൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പോയിക്കൊള്ളാം. ഞാനും എൻ്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. മോശ പറയുകയാണ്, ഞങ്ങൾ കടന്നു പോയിക്കൊള്ളാം. ഏതെങ്കിലും കാരണവശാൽ നിന്റെ രാജ്യത്ത് നിന്ന് വെള്ളം കുടിച്ചാൽ അതിൻ്റെ വില തന്നുകൊള്ളാം എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ പറയുകയാണ്, അതിനവൻ നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏദോം ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടി അവൻ്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏദോം തൻ്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. എന്നാൽ ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി എന്ന് പ്രിയപ്പെട്ടവരെ. അതാണ് ദൂതൻ അവനെ കാണാതെ വണ്ണം ദൂതന്മാർ അവർക്കൊരു വലിയ സംരക്ഷണം തീർത്തു പ്രിയപ്പെട്ടവരെ. ഒരു ദൂതനെ അയച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. ഞങ്ങളെ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവർ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ചു, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരെങ്കിലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു എന്ന്. But when we cried out to the Lord, he heard our cry and sent an angel and brought us out of Egypt. Now we are here at Kadesh, a town on the edge of യുവർ ടെറിട്ടറി എന്ന് പ്രിയപ്പെട്ടവരെ. നിനക്ക് ചില രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നിനക്കൊരു ദൂത് പറയുകയാണ്. നിനക്ക് വേണ്ടി ദൂതനെ അയച്ച് അവൻ നിന്റെ വഴികൾ തുറക്കുമെന്ന് ഞാൻ നിന്നെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ചില അടഞ്ഞ വാതിലുകൾ അവൻ തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും അടഞ്ഞ വാതിലുകളുമായി നിങ്ങൾ നിൽക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിലെ ചില അടഞ്ഞ വാതിലുകൾ ഇന്ന് ദൂതനെ അയച്ച് തുറക്കുകയാണ്. ചില വഴികൾ തുറന്നു വെട്ടുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അവനെ സ്തുതിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, തൻ്റെ ദൂതനെ അയച്ച് വഴി തുറന്നു തരുന്നവനായ ദൈവം. ഹല്ലേലൂയ. അടഞ്ഞു പോയി എന്ന് കണ്ടിരിക്കുന്നെങ്കിൽ അതിന് മുമ്പിലേക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. നിലവിളി കേൾക്കുന്നവനായ ഒരു ദൈവം പ്രിയപ്പെട്ടവരെ. നിന്റെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്നവനല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ അറിയിക്കട്ടെ പ്രിയപ്പെട്ട, നീ ഇന്ന് നിരാശനായിട്ടാണോ ഇരിക്കുന്നത്? ഭാവിയിലേക്ക് നോക്കി കൂമ്പടഞ്ഞവനായിട്ടാണോ ഇരിക്കുന്നത്? നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ദൂത് ഞാൻ നിന്നെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. But when we cried out to the Lord, he heard our cry and sent an angel and brought us out of Egypt. Now we are here at Kadesh, a town on the edge of your territory. അതെ, അതിരെങ്കിലേക്ക് പോലും ദൂതന്മാരെ അയച്ച് നമ്മെ രക്ഷിക്കുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മോശ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ യാക്കോബ് പറയുകയാണ്, യാക്കോബ് തന്നെ വിടുവിച്ച ദൂതനെ കുറിച്ച് ഇപ്രകാരം സാക്ഷിച്ചു. നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 16 വാക്യം ഇപ്രകാരം വായിക്കാം പ്രിയപ്പെട്ടവരെ.
യാക്കോബ് തന്നെ വിടുവിച്ച ദൂതനെ കുറിച്ച് ഇപ്രകാരം സാക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 48:16. എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഒരിക്കൽ കൂടി കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 48:16. എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 48:16. ഉൽപ്പത്തി പുസ്തകം 48 അതിൻ്റെ 16. അതെ, അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്നൊരു വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്നു. നിന്റെ മകൻ യോസേഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അതെ, യാക്കോബ് വൃദ്ധനായി അവൻ്റെ ഭവനത്തിൽ കിടക്കുകയാണ്. മരണം അടുത്തു വരുന്നു. അപ്പോൾ തൻ്റെ മകനായ യോസേഫിനെ അറിയിക്കുകയാണ്. മിസ്രൈമിലെയും രാജഭണ്ഡാരങ്ങളുടെ എല്ലാം അധിപനായിരിക്കുന്ന സമയമാണ് യോസേഫ്. നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ തൻ്റെ 2 മക്കളെയും കൂട്ടി, മനശ്ശെയും എഫ്രൈമിനെയും കൂട്ടി 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അപ്പൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു. തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ചാരി ഇരിക്കുകയാണ് യാക്കോബ്. യോസേഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നാൽ ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കി നിന്നെ ജനസമൂഹമാക്കിയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രൈമും എനിക്കുള്ളവരായിരിക്കട്ടെ എന്ന്. രൂബേനും ശിമിയോനും എന്ന പോലെ ഇവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി, കാണാൻ വഹിയാതിരുന്നു. അവനവരെ കൊണ്ടുചെന്നപ്പോൾ അവനവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. അതേ, കൊച്ചുമക്കളെ ആലിംഗനം ചെയ്യുന്നവനായ ഒരു പിതാവിനെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസേഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ നിനക്ക് സംഗതി വരുത്തിയല്ലോ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കളെ കാണുമെന്ന് വിചാരിച്ചില്ല, എന്നാൽ മക്കളുടെ മക്കളെയും കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളുടെ മക്കളെ കാണുവാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയെങ്കിൽ അത് ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരാകൂ. പ്രിയപ്പെട്ടവരെ, ആ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണുവാൻ വകയാതിരുന്നു. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞ് യോസേഫ് അവരെ അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ യോസേഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടം കൈക്ക് നേരെയും മനശ്ശെയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ 2 പേരെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായി എഫ്രൈമിന്റെ തലയിലും ഇടം കൈ മൂത്തവനായി മനശ്ശെയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു. അതേ പ്രിയപ്പെട്ടവരെ, മൂത്ത മകനെ കൊണ്ടുവന്ന് വലം കൈയുടെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി. ഇളയ മകനെ വലം കൈയുടെ അരികിലും ഇടം കൈയുടെ അരികിലും കൊണ്ടുവന്ന് നിർത്തി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യാക്കോബ് കൈ പിണച്ചു വെച്ചു. ഇവിടെയാണ് കുരിശ് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ അന്ന് കുരിശ് ആരംഭിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ കുരിശിന്റെ ആകൃതിയിലാണ് അന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. യോസേഫ് വിചാരിച്ചു തൻ്റെ മൂത്ത മോനെ വലം കൈകൊണ്ട് അനുഗ്രഹിക്കുമെന്നാണ്. പക്ഷേ ആ അപ്പനായ യാക്കോബ് കണ്ണ് മങ്ങിയവനായ അവൻ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, കാരണം ആ കുരിശടയാളം അന്നേ വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇളയവൻ മൂത്തവനേക്കാൾ വലിയവനാവുന്ന ഒരു ചരിത്രം അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ കൈകൾ പിണച്ചു വെച്ചാണെന്നാണ് പറയുന്നത്. അതെ, നിങ്ങൾ മക്കളെ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളെ ശപിക്കരുത് എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പിണച്ചു വെച്ച് അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം
ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ, അതേ പ്രിയപ്പെട്ടവരെ, യാക്കോബിനെ വിടുവിച്ച ദൂതൻ, ഇസ്രായേലിനെ വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വലങ്കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യൂസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പന്റെ കൈ എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനശ്ശയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു. യൂസഫ് അപ്പനോട്, അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവന്റെ തലയിൽ വലങ്കൈ വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവന്റെ സന്തതി ജനസമൂഹമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിനെയും മനസ്സെയും പോലെ ആക്കുമാറാകട്ടെ എന്ന്, ഇസ്രായേലിൽ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രൈമിനും മനസ്സയ്ക്കും മുമ്പാക്കി. യോസേഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരുവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് ഇസ്രായേൽ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ കുഞ്ഞുമക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ കൊതിക്കണം. പിതാക്കന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കടന്നു പോവാൻ ദൂതൻ ഇവിടെ പറയുകയാണ്. എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. The angel who has delivered me from all harm, may he bless these boys. May they be called by my name and the names of my fathers Abraham and Isaac, and may they increase greatly upon the earth. പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ സാക്ഷ്യമാണ് നാം പ്രിയപ്പെട്ടവരെ കേട്ടത്. വീണ്ടും യാക്കോബ് വീണ്ടും സാക്ഷിക്കുകയാണ്. ദൈവദൂതന്മാരെ കുറിച്ച് വീണ്ടും സാക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ ഒരു സാക്ഷ്യം കൂടി നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് യാക്കോബിന്റെ സാക്ഷ്യം? പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ സാക്ഷ്യം നമുക്ക് പാടാം. പ്രിയപ്പെട്ടവരെ, എന്താണ്? സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൾ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൾ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണെനിക്ക് ഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണെനിക്ക് ഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അതെ പ്രിയപ്പെട്ടവരെ, സിയോൻ യാത്രയതിൽ ഭയം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം എന്താണ്? അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നാം തനിച്ചല്ല എന്ന് നിങ്ങൾ വീണ്ടും അറിയിക്കട്ടെ. യാക്കോബ് സ്വപ്നം കാണുകയാണ്. യാക്കോബ് നടന്ന് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇസ്രായേൽ നടക്കുകയാണ്. എന്നാൽ യാക്കോബ്, ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബാണ് പ്രിയപ്പെട്ടവരെ. യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകൊണ്ട് അവിടെ രാപാർത്തു. പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ ലൈറ്റ് സൗകര്യങ്ങളൊന്നും വന്നില്ല. നടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവൻ ബെർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണ വെച്ച് അവിടെ കിടന്നുറങ്ങി. അത് ഒരു കല്ലിൽ മേൽ തലയണ വെച്ച് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവൻ അപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതേ, ഭൂമിയിൽ നിന്നൊരു കോവണി വെച്ചിരിക്കുന്നു, സ്വർഗത്തോളം എത്തുന്നൊരു കോവണി പ്രിയപ്പെട്ടവരെ. അതിൽ എന്താണ് കാണുന്നത്? ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു എന്ന്. ഇറങ്ങുന്നതല്ല പ്രിയപ്പെട്ടവരെ കണ്ടത്, കയറുകയും ഇറങ്ങുകയുമായിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പൊ അത്രയും സമയം ഈ യാക്കോബിന്റെ കൂടെ അവൻ വിചാരിച്ചു ഏകനാണെന്ന്. അവന്റെ കൂടെ ദൂതന്മാർ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, അതെ, ആ ഗോവണിയുടെ അങ്ങേറ്റം സ്വർഗത്തോളം. അവിടെ ഒരാൾ നിൽക്കുന്നത് കാണുകയാണ്. പിതാവാം ദൈവം എഴുന്നേറ്റ് നിൽക്കുകയാണ്. യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാവുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന് പ്രിയപ്പെട്ടവരെ. അതെ, യാക്കോബിനോട് പറയുകയാണ്, നീ കിടക്കുന്ന ഈ ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന് പ്രിയപ്പെട്ടവരെ. നിനക്കൊരു തുണ്ട് ഭൂമി ഇല്ലാത്തവനായി നീ വലയുകയാണോ പ്രിയപ്പെട്ടവരെ? എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ കിടക്കുന്ന ഈ ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന്. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതെ, യാക്കോബ് അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ.
അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാരത്ത് എഴുന്നേറ്റ് തലണിയായി വെച്ചിരുന്ന കല്ലെടുത്തു, തൂണായി നിർത്തി, അതിന്മേൽ എണ്ണയൊഴിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് കല്ലിന്മേൽ എണ്ണ ഒഴിക്കുന്നത് വന്നത്. പ്രിയപ്പെട്ടവരെ, കല്ലിന്മേൽ എണ്ണ ഒഴിക്കുന്നത് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കുമെന്ന്. അതേ, സ്വർഗത്തിലെ ദൈവത്തോട് ചില ഡിമാൻഡുകൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ഡിമാൻഡുകളാണ് പുള്ളി പറയുന്നത്? സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഡിമാൻഡുകൾ കേൾക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, പറയുകയാണ്, യാക്കോബ് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറയുകയാണ്, ദൈവം എന്നോടുകൂടെ ഇരിക്കണം. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ എന്നോടുകൂടെ ഇരിക്കണം. പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കണം, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ ഡിമാൻഡുകൾ പോലും സ്വർഗത്തിലെ ദൈവം സമ്മതിച്ചു തരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഈ അലഞ്ഞു നടന്നിരുന്ന യാക്കോബിന്റെ ഡിമാൻഡുകൾ സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. ദൈവത്തോട് ചില സമർപ്പണം പറയുകയാണ്, ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന്. എനിക്ക് കിട്ടുന്ന സകലത്തിലും, എനിക്ക് തരുന്ന സകലത്തിലും, ദൈവമാണ് തരുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തരുന്ന സകലത്തിലും ദശാംശം തരുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിന് ദശാംശം നേരുകയാണ്. കൂടാതെ തലയണയായി വെച്ച കല്ലിന്മേൽ അവൻ എണ്ണ ഒഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ? പ്രിയപ്പെട്ടവരെ, അതേ, നീ ഒറ്റയ്ക്ക് ചിലപ്പോൾ കിടക്കുമ്പോൾ നിനക്ക് ചിന്തിക്കാം, എൻ്റെ അരികിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ അരികിലോളം എത്തുന്ന ഒരു ഗോവണി, അതിന്മേൽ ദൂതന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില ഡിമാൻഡുകൾ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ഒരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണിയും അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന്. He had a dream in which he saw a stairway resting on the earth with its top reaching to heaven, and the angels of God were ascending and descending on it. There above it stood the Lord, and he said, I am the Lord, the God of your father Abraham and the God of Isaac. I will give you and your descendants the land on which you are laying. അതേ പ്രിയപ്പെട്ടവരെയും, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു കരുതലാണ് പ്രിയപ്പെട്ടവരെ നാം കാണുന്നത്. അതുപോലെ തന്നെ ദൂതന്മാർ വിശുദ്ധന്മാരുടെ മരണവിനാഴികകളിലും അവരെ ശുശ്രൂഷിക്കുന്നതായി നാം നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ സ്വപ്നം, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ നിർത്താം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ദൂതന്മാർ വിശുദ്ധന്മാരുടെ ഭരണ വിനാഴികയിലും അവരെ ശുശ്രൂഷിക്കുന്നതായി നാം നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ദൂതന്മാർ ഏലിയാവിനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയതായും ദരിദ്രനായ ലാസറിനോട് പിതാവിന്റെ പ്രത്യേകം വാത്സല്യം അറിയിച്ചുകൊണ്ട് അവനെ പർദീസയിലേക്ക് കൊണ്ടുപോയതും ഈ ദൂതന്മാർ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തോളം അതേ ദൂതന്മാർ നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷമല്ലേ ദൂതന്മാർ നമ്മോടൊപ്പം ഉള്ളത്? ദൂതന്മാരുടെ സാന്നിധ്യം, കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ നിന്റെ ദൂതന്മാരെ അയക്കണമേ കർത്താവെ. അപ്പോൾ ആ ദൂതന്മാരുടെ സാന്നിധ്യം ആ യാക്കോബ് കണ്ടതുപോലെ കർത്താവെ, നിസ്സാരരായ ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പാപികളാവുന്നു കർത്താവെ, ഞങ്ങൾ സമ്മതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഒരു നന്മയും നോക്കാതെ ഹല്ലേലൂയ നീ ഞങ്ങളെ വിളിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ നന്മയൊന്നും കണ്ടിട്ടല്ലോ സ്വർഗത്തിലെ അപ്പാ നീ ഞങ്ങളെ സ്നേഹിച്ചത്. ഞങ്ങൾ നിന്നെ സ്നേഹിച്ചതല്ല അപ്പാ, നീ ഞങ്ങളെയാണല്ലോ അപ്പ സ്നേഹിച്ചത്. യാതൊരുവിധ നന്മയും ഇല്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ പാപികളും ദോഷികളുമായിരുന്നപ്പോൾ നീ ഞങ്ങളെ സ്നേഹിച്ചു കർത്താവേ. ഞങ്ങൾ അശുദ്ധരായിരുന്നപ്പോൾ നീ ഞങ്ങളെ സ്നേഹിച്ചു കർത്താവേ. അപ്പാ, നിന്റെ സ്നേഹം മതി കർത്താവേ. അപ്പാ, നിന്റെ സ്നേഹത്തിന് നന്ദി കർത്താവേ. സ്വർഗത്തിലെ അപ്പം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അപ്പാ ഞങ്ങളുടെ പദവി. ഹല്ലേലൂയ. വേറെ ഒരു നന്മയും ഞങ്ങൾക്കില്ല, വേറൊരു അഭിമാന വിഷയങ്ങളും ഞങ്ങൾക്ക് പറയുവാനില്ല കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് സ്വന്തം പുത്രനേക്കാൾ ഉപരിയായി ഞങ്ങളെ സ്നേഹിച്ചു കർത്താവെ. ഞങ്ങൾ തിരിച്ച് നിന്നെ ഒന്ന് സ്നേഹിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ.
സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിച്ചാൽ തൻ്റെ ദൂതന്മാരോട് നമുക്ക് സ്നേഹമുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു കേൾക്കാം. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിലെ ദൈവമായ യഹോവ, എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കോണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കുമെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിലെ ദൈവമായ യഹോവ, എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ കൽപ്പന അനുസരിച്ച് ഇസഹാക്കിനു വേണ്ടി സ്വന്തം ജനങ്ങളിൽ നിന്ന് ഒരു മണവാട്ടിയെ അന്വേഷിച്ച് പുറപ്പെട്ട ഏലിയാസറിന് ഇത് അനുഭവസ്ഥമായി. നിശ്ചയിക്കപ്പെട്ട യുവതിയുടെ അടുക്കൽ തന്നെ ദൂതൻ അവനെ നയിച്ചു. ഏലിയാസറിന് തനിയെ അവളെ കണ്ടെത്തുവാൻ കഴിയുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് സംഭവം കൂടി ചിന്തിച്ചിട്ട് ഇന്നത്തെ ശുശ്രൂഷ ഇന്ന് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെ, തൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതേ, മനുഷ്യരോടുകൂടെ ദൂതന്മാർ, പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ഏത് ആവശ്യങ്ങളോട് കൂടെയും ദൂതന്മാർ ഇറങ്ങുകയാണ്. സ്വന്തം മകന് ഒരു ഭാര്യയെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 24-ാം അധ്യായത്തിൽ കൂടി നാം പോകുമ്പോൾ അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരണവുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴെ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കനാനിയരുടെ കന്യകമാരിൽ നിന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടി ഭാര്യ എടുക്കണമെന്ന് സ്വർഗത്തിലും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട് പറയുകയാണ്, പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടി ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ട് പോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം പറഞ്ഞത്, എൻ്റെ മകനെ എവിടേക്കും മടക്കിക്കൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അതെ, അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. സകലത്തിലും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിലുള്ള ഒരു സേവകനെ വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ എൻ്റെ തുടയിൻ കീഴിൽ കൈവയ്ക്കാൻ പറഞ്ഞു. അന്ന് സത്യം ചെയ്യിപ്പിക്കുന്ന തുടയുടെ കീഴിൽ കൈവച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അന്ന് സത്യം ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഈ ദൂതനോട് ഈ സേവകനോട് പറയുകയാണ്, തൻ്റെ വീട്ടിലെ വേലക്കാരനോട് പറയുകയാണ്, എൻ്റെ മകനെ നീ ഭാര്യയെ എടുക്കണം. എവിടെ നിന്ന് എടുക്കരുത്? ഈ കനാന്യ ദേശത്ത് നിന്ന് എടുക്കരുത്. എൻ്റെ പിതൃഭവനത്തിലേക്ക് പോകണം. അവിടെ എൻ്റെ സ്വന്തക്കാരിൽ നിന്ന് എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് നീ സ്വർഗത്തും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചെല്ലുമ്പോൾ എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിലെ ദൈവമായ യഹോവ, എൻ്റെ മകനെ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കോണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കുമെന്ന്. അതെ, മുന്നേ ഒരു ദൂതൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ആ ദൂതൻ്റെ പുറകെ തൻ്റെ വേലക്കാരനായ ഏലിയാസർ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഏലിയാസർ പറയുകയാണ്, എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകുക മാത്രമരുത്. അപ്പോൾ ദാസൻ തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു. അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടങ്ങളിൽ 10 ഒട്ടകങ്ങളെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമിയയിൽ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്തൊരു കിണറരികെ നിർത്തി. അതേ, 10 ഒട്ടകവുമായിട്ട് യാത്ര തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അബ്രഹാമിൻ്റെ സ്വന്തം നാടായ മെസൊപ്പൊത്താമിയയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ആ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക.
നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായി ഇസ്ഹാക്കിനെ നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനോട് കൃപ ചെയ്ത് തന്നെ ഞാൻ അതിനാൽ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതേ എലിയാസർ പറയുകയാണ്, ഞാൻ എൻ്റെ 10 ഒട്ടകങ്ങളെ അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. എൻ്റെ ഒട്ടകങ്ങൾക്ക് വെള്ളം കിട്ടണം, കൂടാതെ ആർക്കു കൂടി കിട്ടണം? പ്രിയപ്പെട്ടവരെ, ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് പോലെ തന്നെ എനിക്ക് കുടിപ്പാൻ തരാമോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, നിന്റെ ഒട്ടകങ്ങൾക്ക് കൂടി കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന ആ മകളെ തൻ്റെ ഭാര്യയായിട്ട് എടുക്കണമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പം പറയുകയാണ്, ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീയെ നീ നിന്റെ ദാസനായി ഇസ്ഹാക്കിനെ നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. അവൻ പറഞ്ഞ് തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിൻ്റെ ഭാര്യ മിൽക്കായുടെ മകൻ പെതുവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. ആ വന്ന ബാല അതിസുന്ദരിയായിരുന്നു, പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്ന്, നിന്റെ പാത്രത്തിൽ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിൽ ഇറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം, നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാമെന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിൽ ഒഴിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാ ഒരു കന്യക വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ കന്യക പഴയ കാലങ്ങളിലെ കിണറെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപോലെയല്ല, അതിൽ പടികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പടികളിൽ കൂടി നടന്നിറങ്ങിച്ചെന്ന് വേണം വെള്ളം മുക്കി കയറി വരാനായിട്ട്. ആ കയറി വരുമ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന്. അപ്പോൾ എലിയാസറിന് ആ മകൾ വെള്ളം കുടിപ്പാൻ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് പറയുകയാണ്, എനിക്ക് മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾക്ക് കൂടി കൊടുക്കാമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എലിയാസർ പറയുകയാണ്, എൻ്റെ ഒട്ടകങ്ങൾക്ക് കൂടി കൊടുക്കാമെന്ന് പറയുന്ന ആ മകളായിരിക്കും എനിക്ക് വേണ്ടി ദൈവം കരുതുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ കന്യകയെ ദൂതൻ അവിടെ എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ 1/2 ശെക്കെൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശെക്കെൽ തൂക്കമുള്ള 2 പൊൻവളയും എടുത്ത് അവളോട് പറഞ്ഞു, നീ ആരുടെ മകൾ? പറക, നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അതെ, 10 ഒട്ടകങ്ങൾക്കും ഞങ്ങൾക്ക് രാപാർക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ അവനോട് പറയുകയാണ്, നാഹോരിന് മിൽക്ക് പ്രസവിച്ച മകനായ ബെതുവേലിന്റെ മകളാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട്, രാവാർക്കാൻ സ്ഥലവുമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടില് വൈക്കോലുണ്ട്, വേണ്ടുവോളം തിന്നുവാൻ വൈക്കോലുണ്ട്, ഒട്ടകങ്ങൾക്കെല്ലാം ഉണ്ട്, കൂടാതെ അവിടെ രാവാർക്കാൻ സ്ഥലവുമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എൻ്റെ യജമാനനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നല്ലോ എന്ന്. അതെ, ഒന്നും അറിയാൻ പാടില്ലാണ്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ മെസൊപ്പൊത്താമിയയിലേക്ക്. അപ്പോൾ ദൈവം തൻ്റെ ദൂതൻ ആ മെസൊപ്പൊത്താമിയയിൽ എത്തേണ്ടിടത്ത് തന്നെ എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് നിങ്ങൾ ചില സമയങ്ങളിൽ എത്തേണ്ട ചില സ്ഥലങ്ങളിൽ കൂടി അലഞ്ഞു തിരിയേണ്ട ചില സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ എത്തേണ്ടിടത്ത് എത്തിക്കുന്നവനായ ഒരു ദൂതൻ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും അപ്പോൾ ഇവരുടെ കൂടെ പോവുകയാണ്. എലിയാസർ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ഹാക്ക് എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവായ അബ്രഹാം പിതാവാം ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് പ്രിയപ്പെട്ടവരെ ആ കന്യക. നമ്മളാകുന്ന കന്യകയെ തേടി അവിടെ നിന്ന് ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഏലിയാസറാകുന്ന പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ തേടി വന്നിരിക്കുകയാണ്. ഈ കന്യകമാരായ നമ്മെ തേടി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കളങ്കമിറ്റ കന്യകമാരെ തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി യേശുവിൻ്റെ മണവാട്ടിയാവുവാൻ മണവാട്ടികളായി നമ്മെ ഓരോരുത്തരെയും തേടിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഏലിയാസറാവുന്ന പരിശുദ്ധാത്മാവിന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സുണ്ടോ അവൻ്റെ ഒരു കന്യകയായ ഇസ്ഹാക്കിൻ്റെ ഒരു മണവാട്ടിയാവുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, എങ്കിൽ ഈ പരിശുദ്ധാത്മാവാകുന്ന ഏലിയാസറിന് നാം വെള്ളം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഏതാണ് ഈ ഒട്ടകങ്ങൾ? ഈ ഒട്ടകങ്ങൾ ഇവിടെ കാണുന്ന ഓരോ സഭ
സഭകളാണ് പ്രിയപ്പെട്ടവരെ 10 ഒട്ടകവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ ഇസ്ഹാക്കിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കുക എന്നതാണ് ഓരോ സഭകളുടെയും ഉത്തരവാദിത്വം. പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയമകനായ ഇസ്ഹാക്ക് അവിടെ ഇരിക്കുന്നു. ഇസ്ഹാക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല. ഇസ്ഹാക്കിന് വേണ്ടി മണവാട്ടിയെ കാണുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ് ഏലിയാസ്രാവ് എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കാൻ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ സഹോദരനായ ലാബാൻ പറയുകയാണ്, അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവന് കൂടെ ഉള്ളവർക്കും കാലുകളെ കഴുകാൻ വെള്ളവും കൊടുത്തു. അവൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു എന്ന്. അതെ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ എന്തിന് പുറത്തു നിൽക്കുന്നു? അകത്ത് വരിക. അതെ, ഏലിയാസ്രാവുന്ന പരിശുദ്ധാത്മാവിന് പുറത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അവനോട് വാക്ക് തുറന്ന് പറയുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ എന്തിന് പുറത്തു നിൽക്കുന്നു? അകത്ത് വരിക എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് തരുവാനുള്ള ദൂത് അതാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുന്ന് നാളുകളായി പുറത്തു നിൽക്കുകയാണല്ലോ ഞങ്ങളുടെ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അകത്ത് വരുന്ന ദിവസമാക്കി തീർക്കണമേ. അപ്പോൾ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഹൃദയം തുറക്കുകയാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്തു നിൽക്കുന്നു? അകത്ത് വരിക എന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയാമോ? ഈ പരിശുദ്ധാത്മാവാകുന്ന ഏലിയാസറിനെ നിങ്ങൾക്കുള്ളിലാക്കാമോ? ആ ഭവനത്തിനുള്ളിലേക്ക് കൈക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറന്നുകൊണ്ട് നിങ്ങൾ അവനെ ക്ഷണിക്കുക. അപ്പോൾ ആ നാളുകളായി അവിടെ നിങ്ങളുടെ ഹൃദയവാദികൾ കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്തു നിൽക്കുന്നു? അകത്ത് വരിക അപ്പാ. ഹല്ലേലൂയ. പിതാവേ അപ്പാ, ഹല്ലേലൂയ അപ്പാ, സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഉള്ളിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, മനസ്സലിയണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അന്ധകാര സൈന്യങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. കർത്താവെ, അറിഞ്ഞുകൊണ്ടും അറിയാതെയും നിന്റെ പിശാചുക്കൾ, ദുരാത്മാക്കൾ ഏതെങ്കിലും ഞങ്ങളുടെ ശരീരത്തിനുള്ളിലോ മനസ്സിനുള്ളിലോ ഹൃദയത്തിനുള്ളിലോ കടന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ശരീരങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ. കർത്താവെ, എല്ലാ ദുശ്ചിന്തയുടെയും വ്യഭിചാരത്തിൻ്റെയും പരസംഗത്തിൻ്റെയും മോഷണത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ദുഷ്ടതയുടെയും ചതിയുടെയും ദുഷ്കർമ്മത്തിൻ്റെയും വെടുക്കേണിൻ്റെയും എല്ലാം ദുരാത്മാക്കൾ കർത്താവെ, അനേകം ദുരാത്മാക്കൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പാ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക. ഹല്ലേലൂയ. നീ എന്തിന് പുറത്തു നിൽക്കുന്നു? കർത്താവെ അപ്പാ, ഞങ്ങളുടെ ഉള്ളിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ ഫലം കായ്ക്കുന്ന മക്കളാക്കി മാറ്റണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകട്ടെ. അപ്പാ, പരിശുദ്ധാത്മാവിനെയും കൊണ്ട് ഞങ്ങൾ ജീവിക്കട്ടെ. അപ്പാ, ഹല്ലേലൂയ. ഈ നാളുകളിൽ നിന്റെ ആത്മാവിനെ വഹിക്കുന്ന കർത്താവെ അപ്പാ, സ്തോത്രം. കർത്താവെ, ഒട്ടങ്ങളാക്കി ഞങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നില്ലെന്ന ദേശങ്ങളിലെല്ലാം നിന്റെ ആത്മാവിന്റെ ഉണർവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പാ, ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം പകരണമേ. അപ്പാ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരെഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, മണവാളനായ യേശുവിന് വേണ്ടി മണവാട്ടികളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മണവാട്ടിയെ കണ്ടെത്തിയതുപോലെ കർത്താവെ, ഈ മണവാട്ടികളായി ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പൊൻമൂക്കുത്തിയും പൊൻമടയും എല്ലാം ധരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്യാണ വസ്ത്രങ്ങൾ ഞങ്ങളെ ധരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗത്തിലെ മണവാളന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ രാജ്യത്തിലെ മണവാളിനോട് ചേർന്ന് കർത്താവെ, മണവാട്ടികളായി നിൽപ്പാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. മുടി തൊട്ടടിവരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം തന്നെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, ഈ നിസ്സാരരായി ഞങ്ങളെ ഒന്ന് അഭിഷേകിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തലച്ചോറിലെ അഭിഷേകം, ഞങ്ങളുടെ കണ്ണുകളിലെ അഭിഷേകം, ഞങ്ങളുടെ നാവിലെ ഓരോ അവയവങ്ങളിൽ അന്തരേന്ദ്രിയങ്ങളിലെ അഭിഷേകം തരണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ രോഗങ്ങളുള്ള ഭാഗത്ത് കർത്താവെ നിന്റെ രക്തം കഴുകുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തത്താലും അഭിഷേകത്താലുമുള്ള സൗഖ്യം ഞങ്ങളുടെ മേൽ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ നിങ്ങൾ ചെയ്യുന്നതിന് നന്ദി. അപ്പാ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാണ് പിതാവേ. ആമേൻ. ഹല്ലേലൂയ. അപ്പാ, സ്തോത്രം. ഇത്രയും സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.